അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബഹി നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് വന്ന മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പള്ളിയുടെ വാതിൽക്കൽ വല്ലാത്തൊരു ബഹളം കേട്ട് അങ്ങോട്ട് ചെന്നു. നോക്കുമ്പോൾ ജനങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. ഒരാൾ ഊരിപ്പിടിച്ച വാളുമായിട്ട് നിൽക്കുകയാണ്. ജനങ്ങളെ വകഞ്ഞു മാറ്റി അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു വാളുമായി നിൽക്കുന്ന മനുഷ്യനോട് ചോദിച്ചു, എന്താണ് നീ പള്ളിയിലേക്ക് വാളുമായി കടന്നു വന്നത്? അയാൾ പറഞ്ഞു, താങ്കളെ കൊല്ലാനാണ് ഞാൻ വന്നത്. വിനയാന്വിതമായി അന്നത്തെ ഭരണാധികാരിയും കൂടിയായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അയാളോട് ചോദിച്ചു, എന്തിനാണ് അമീറുൽ മുഅ്മിനീനായ എന്നെ കൊല്ലുന്നത്? അയാൾ പറഞ്ഞു, ഞാൻ യമനിൽ നിന്ന് വരികയാണ്. യമനിലെ താങ്കളുടെ സൈന്യാധിപൻ എന്നെ ആക്രമിച്ചു. അനീതിയായി എന്നോട് അയാൾ അക്രമം കാണിച്ചു. അതുകൊണ്ട് അതിന് ബദലായി എനിക്ക് താങ്കളെ കൊല്ലണം. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അദ്ദേഹത്തെ വരുത്തിച്ച് ആരുടെ ഭാഗത്താണ് ന്യായമെന്ന് കണ്ടെത്തി പരസ്പരം സംസാരിച്ച് ആ വിഷയത്തിൽ ഒരു പരിഹാരം കാണുന്നതല്ലേ നല്ലത്? എന്നെ കൊല്ലാനാണോ അതിന് പരിഹാരം? ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ സംസാരത്തിൽ അയാൾക്ക് ചില ന്യായങ്ങൾ തോന്നി. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ആയ ഭരണാധികാരിയെ കൊല്ലാൻ വന്ന അയാളെ വെറുതെ വിടരുത് എന്ന് ജനങ്ങൾ പറഞ്ഞു. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ജനങ്ങളോട് തിരിഞ്ഞിട്ട് ചോദിച്ചു, ഇയാൾ എന്താണ് ചെയ്യേണ്ടത്? ഉസ്മാൻ തങ്ങളെ, ഇയാൾ ധിക്കാരിയാണ്, മാത്രമല്ല ഇയാൾ ശത്രുക്കളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്, അങ്ങയെ കൊല്ലാൻ വന്നയാളാണ്. ഇസ്ലാമിക ഭരണാധികാരിയായ ഇസ്ലാമിക ഭരണം നടത്തുന്ന സ്ഥലത്ത് ഭരണാധികാരിയായ അമീറുൽ മുഅ്മിനീനെ കൊല്ലാൻ വേണ്ടി സുബഹി നിസ്കാരത്തിന് ഊരിപ്പിടിച്ച വാളുമായി വന്ന ഇയാളെ നിഷ്കരുണം വധിച്ചു കളയുക, ഇയാളെ യാതൊരു ദയയും അർഹിക്കുന്നില്ല. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, വേണ്ടത്ര ചിന്തയില്ലാതെ മുൻകോപത്തിലായി എടുത്തുചാട്ടത്തിലായി ഇറങ്ങിത്തിരിച്ചൊരു മനുഷ്യനാണ് അയാൾ. അയാൾക്കൊരല്പം ചിന്തയും ബോധവും ഉണ്ടായിരുന്നെങ്കിൽ, അയാൾക്ക് കുറച്ച് വിവേകമുണ്ടായിരുന്നെങ്കിൽ അയാൾ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. അതുകൊണ്ട് എടുത്തുചാട്ടക്കാരനായ മനുഷ്യനെ, ചിന്തയില്ലാതെ പ്രവർത്തിച്ച ആ മനുഷ്യനെ തൽക്കാലത്തേക്ക് നിങ്ങൾ വിട്ടേക്കുക, അയാൾക്ക് മാപ്പ് കൊടുക്കാം. ഒരാൾ ജാമ്യത്തിൽ മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ശത്രുവായ മനുഷ്യനെ തിരിച്ച് വീട്ടിലേക്ക് പറഞ്ഞയച്ചു. ഇതാണ് ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ശിഷ്യന്മാരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖലീഫമാരുടെ സ്വഭാവം, അവരുടെ വിനയം, അവരുടെ താഴ്മ, അവരുടെ എളിമ. ആ കൊല്ലാൻ വന്ന മനുഷ്യനെ എന്ത് പ്രവർത്തിച്ചാലും, അയാളെ വധിച്ചാലും, നിഷ്കരണം അയാളെ കൊലപ്പെടുത്തിയാലും ഒരാളും ചോദിക്കുകയില്ല എന്ന് മാത്രമല്ല, അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്നിട്ട് പോലും തന്നെ കൊല്ലാൻ വന്നവന് മാപ്പ് കൊടുത്ത് അയാളുടെ പക്ഷം സംസാരിച്ചിട്ട് അയാളെ വീട്ടിലേക്ക് പറഞ്ഞയച്ച മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു നമ്മൾക്കും പാഠമാകണം. നമ്മളോട് എന്തെങ്കിലും മോശമായി സംസാരിക്കുന്നവരെ, നമ്മളോട് പരുഷമായി സംസാരിക്കുന്നവരെ, നമ്മളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നവരെയൊക്കെ അതേ അർത്ഥത്തിൽ നമ്മൾ പ്രതികരിക്കുകയും അതുപോലെ അവർക്കെതിരെ നമ്മൾ നടപടിയെടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമകളും അവിടുത്തെ അനുയായികളും നമ്മുടെ ഖുലഫാ റാഷിദീങ്ങളും നമ്മുടെ മുൻഗാമികളും കാണിച്ചു തന്ന മാതൃക അതല്ല. അവരോട് പിൻപറ്റി എല്ലാവരോടും ക്ഷമിക്കാനും ശത്രുക്കളോടും നമ്മളുടെ ബദ്ധവൈരികളോടുമൊക്കെ വളരെ വിനയാന്വിതമായി പ്രവർത്തിക്കാനും, അങ്ങനെ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ശാദ്വല തീരത്തേക്ക് ജനങ്ങളുടെ മനസ്സിനെ ആകർഷിക്കാനും വേണ്ടി നമ്മൾ എല്ലാ സമയത്തും സമയം കണ്ടെത്തുകയും നമ്മുടെ സ്വഭാവങ്ങളെ മാറ്റി തീർക്കുകയും ചെയ്യണം. അള്ളാഹു നമ്മുടെ സ്വഭാവങ്ങളൊക്കെ നന്നാക്കി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.